അനറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ അവായു ശ്വസനം സാധാരണഗതിയിൽ നടക്കുന്നത് ബാക്ടീരിയയിലും ഈസ്റ്റിലും മറ്റുമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലും ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ സ്ട്രെയിനസ് എക്സസൈസ് അല്ലെങ്കിൽ അമിതമായി വ്യായാമം ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ പേശികൾ കൂടുതലായി പ്രവർത്തിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മസിൽസ് അല്ലെങ്കിൽ പേശികൾക്ക് കൂടുതൽ എനർജി അല്ലെങ്കിൽ ഊർജം ആവശ്യമാണ്. അത് നിർമ്മിക്കാനായി ഓക്സിജനും ആവശ്യമാണ്. എന്നാൽ ആവശ്യമായ ഓക്സിജൻ നിർമ്മിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ പേശികളിലെ സെല്ലുകൾ, കോശങ്ങൾ അനറോബിക് റെസ്പിറേഷനിൽ ഏർപ്പെടുകയും അവായു ശ്വസനത്തിൽ ഏർപ്പെട്ട് ATP നിർമ്മിക്കുന്നു. ഓക്സിജൻ കൂടാതെ ATP നിർമ്മിക്കുന്നു. ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി അവിടെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതായി കാണാൻ കഴിയുന്നു. ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടിയാൽ മസിൽസ് അല്ലെങ്കിൽ പേശികൾക്ക് പിന്നീട് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ആ അവസ്ഥയെ മസിൽ ഫാറ്റിഗ് അല്ലെങ്കിൽ പേശീക്ലമം എന്നും അറിയപ്പെടുന്നു. കുറച്ചു നേരം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ പേശികളിൽ അടിഞ്ഞുകൂടിയ അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത ലാക്റ്റിക് ആസിഡ് ബ്ലഡിലൂടെ, രക്തത്തിലൂടെ അവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയും മസിൽസ് അല്ലെങ്കിൽ പേശികൾക്ക് സ്വയം പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യുന്നു.